നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് തടമ്പാട്ടു താഴത്ത വൃദ്ധ സഹോദരിമാരെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരൻ പ്രമോദിനെ ഇനിയും കണ്ടെത്താൻ കഴിയാതെ പോലീസ്. പ്രമോദ് എത്തിയ സ്ഥലങ്ങളിലെ CCTV കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ പ്രധാന അന്വേഷണം. സഹോദരിമാരെ പരിചരിക്കാൻ കഴിയാത്തതിനാൽ കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. ശ്രീജയ, പുഷ്പലളിത എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 3 വർഷമായി തടമ്പാട്ടു താഴത്തെ വാടക വീട്ടിലാണ് പ്രമോദും വൃദ്ധ സഹോദരിമാരും താമസിച്ചിരിക്കുന്നത്. ഫറോക്ക് പാലം ജംഗ്ഷനിലാണ് പ്രമോദിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ അവസാനിച്ചത്. ഈ പ്രദേശത്ത് ഉൾപ്പെടെ പോലീസ് വിശദമായ തെരച്ചിൽ നടത്തുകയാണ്. എന്നാൽ കൊലപാതകം കഴിഞ്ഞ ഇന്ന് 3-ാം ദിവസമാവുമ്പോഴും സഹോദരനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൊലപാതകം ചെയ്ത ശേഷം പുലർച്ചെ 5 മണിയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പ്രമോദ് കോഴിക്കോട് കരാമ്പറമ്പിലൂടെ നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം പുലർച്ചെ 5 മണിയോടുകൂടി ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് മരണവിവരം അറിയിച്ച ശേഷമാണ് പ്രമോദ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സഹോദരിമാരും സഹോദരനും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് അയൽവാസികൾ പറയുന്നത്. ഫോൺ പുഴയിൽ ഉപേക്ഷിച്ച ശേഷം പ്രമോദ് രക്ഷപ്പെട്ടിരിക്കാമെന്ന സൂചനയുമുണ്ട്. ട്രെയിൻ മാർഗം മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് കടക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. പ്രതിക്കായി പോലീസ് നേരത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. സഹോദരിമാരായ ശ്രീജയുടെയും പുഷ്പലതയുടെയും ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാരണമായുള്ള മാനസിക സംഘർഷമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 2 പേരും ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നുമുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വ്യക്തം. തളർന്നു കിടപ്പിലായിരുന്ന ശ്രീജയ വിവാഹം കഴിക്കാതെ ജോലി ഉപേക്ഷിച്ച സഹോദരിമാർക്ക് വേണ്ടി 62 വയസ്സുവരെ ജീവിതം നീക്കിവെച്ചയാളാണ് പ്രമോദ്. പ്രായമായ ശ്രീജയ അവശനിലയിലാണെന്നും പുഷ്പലളിതയ്ക്ക് പ്രായാധിക്യത്തിന്റെ അസുഖങ്ങൾ ഉണ്ടെന്നും പറയാറുണ്ടെന്നും അയൽവാസികൾ പറയുന്നു. ഇംഗ്ലീഷ് പള്ളിക്ക് സമീപം മൂലക്കണ്ടയിൽ നിന്ന് 47 വർഷം മുമ്പ് വീട് ഭാഗം ചെയ്താണ് ഇവർ 3 പേരും മലാപ്പറമ്പിലും പിന്നീട് വേങ്ങേരി കണ്ണാടിക്കൽ റോഡിൽ നായർ ബസാറിലും താമസം തുടങ്ങിയത്. 3 പേരും അവിവാഹിതരാണ്. പ്രമോദ് നേരത്തെ എരിഞ്ഞപാലത്ത് ഇലക്ട്രിക്കൽ ജോലി ചെയ്തിരുന്നു. 3 വർഷം മുമ്പാണ് ഇവർ ഈ ഫ്ലോറിക്കൽ റോഡിലെ വി ഉണ്ണികൃഷ്ണൻ മേനോന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസം തുടങ്ങിയത്. പിന്നീട് ശ്രീജയയ്ക്ക് അസുഖം ബാധിച്ചതോടുകൂടി പ്രമോദ് ജോലിക്ക് പോകാതെ വീട്ടിൽ ഇരുവരെയും ശുശ്രൂഷിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ആരോഗ്യവകുപ്പിൽ നിന്ന് വിരമിച്ച ശ്രീജയയുടെ പെൻഷനാണ് ഏക വരുമാന മാർഗം. എന്നാൽ സ്വത്ത് ഭാഗം വെച്ചതിൽ 3 പേർക്കും പണം നൽകിയിട്ടുണ്ടെന്നും അത് ബാങ്കിൽ ഉണ്ടാകുമെന്നുമാണ് പറയുന്നത്. 3 പേർക്കും ബന്ധുക്കളോട് അടുപ്പം കുറവാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്താണ് ഇവർക്കെതിരെ സംഭവിച്ചതെന്നും എന്തുകൊണ്ട് ഈ വൃദ്ധനെ പിടികൂടാൻ സാധിക്കുന്നില്ല എന്ന ചോദ്യവുമാണ് ഉയരുന്നത്. എന്നാലും കൃത്യമായ കാര്യങ്ങളും കൃത്യമായ തടിതട്ടപ്പലുമാണ് ഇവിടെ നടന്നത് എന്ന് വ്യക്തം.